ഓണനാളുകളിൽ നാടും നഗരവുമെല്ലാം ഒരുപോലെ സജീവമാണ്. എല്ലാ വിപണികളിലും വലിയ ജനത്തിരക്കുമുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള വസ്തുക്കൾക്ക് തീ പിടിച്ച വിലയാണെങ്കിലും ഓണാഘോഷത്തിന്റെ മാറ്റ് ഒട്ടും കുറയാതിരിക്കാനുള്ള ഓട്ടത്തിലാണ് മലയാളികൾ. തിരുവനന്തപുരം ചാലയിൽ നിന്ന് വീണയും, കൊച്ചിയിൽ നിന്ന് നിഷയും, കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിന്ന് അനഘയും ചേരുന്നു. ആദ്യം നമ്മൾ പോകുന്നത് വീണയിലേക്കാണ്. വീണ, ചാല മാർക്കറ്റിൽ വലിയ തിരക്കാണ്. അപ്പോൾ ഈ ഓണ സമയത്ത് അവിടെ എന്തായിരിക്കും, കാലു കുത്താൻ ഇടമുണ്ടാകില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പൂരാടം ദിനത്തിൽ ഈ ഉച്ച സമയത്ത് എന്താണ് ചാല മാർക്കറ്റിൽ നിന്നുള്ള വിശേഷങ്ങൾ? പറയൂ വീണ. അതിര കാണം വിറ്റും ഓണമുന്നം എന്നുള്ളതാണ് പഴമക്കാർ പറയുന്നത്. അതിനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് തിരുവനന്തപുരം നിവാസികളും. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ചാല മാർക്കറ്റിൽ തന്നെയാണ്. വലിയ തിരക്ക് നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇതൊരു പച്ചക്കറി വിൽപ്പന ഇടക്കുന്ന ഏരിയയാണ്. ആ ഏരിയയിൽ പച്ചക്കറി സദ്യവട്ടങ്ങൾക്കുള്ള വിഭവങ്ങൾ വാങ്ങുന്നതിനുള്ള തിരക്കിൽ തന്നെയാണ്. ആ പച്ചക്കറികൾ വാങ്ങുന്ന തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില്ലറ വിൽപ്പനയുണ്ട്. ഒപ്പം തന്നെ അത് മാത്രമല്ല, കിറ്റ് അടക്കം ഇവിടെ വിൽപ്പനയ്ക്ക് നടത്തുന്നുണ്ട്. അമ്മമാരടക്കമുള്ളവരുണ്ട്. വലിയ തിരക്കാണ് ചാല മാർക്കറ്റിൽ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. ആളുകൾ നാളെ ഉത്രാടമാണ്. സാധാരണ ഉത്രാട പാച്ചിലിനാണ് തിരക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ എപ്പോഴും ഈ ചാല മാർക്കറ്റിൽ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. പച്ചക്കറി വാങ്ങുന്നതിനും ഈ അച്ചാറിടാനായിട്ടുള്ള നാരങ്ങ, ഇഞ്ചി, മാങ്ങ എന്നിവ വാങ്ങുന്നതിനുള്ള തിരക്കും, അതുപോലെ തന്നെ തോരനുള്ള വിഭവങ്ങൾ വാങ്ങുന്നതിനും, സാമ്പാർ, അവിയൽ, അതുപോലെ തന്നെ സദ്യയുടെ എല്ലാ വിഭവങ്ങൾ വാങ്ങുന്നതിനും അടക്കമുള്ള തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന. സാധനങ്ങൾ വാങ്ങി മടങ്ങി പോകുന്നവരും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങാനായി എത്തുന്നവരുമുണ്ട്. ആ അവസാനവട്ട ഒരുക്കത്തിനും. പക്ഷെ തീ പിടിച്ച വില ഉണ്ടെങ്കിൽ പോലും ഈ ഓണത്തെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ കഴിയാത്ത വിഭവങ്ങളാണ്. അപ്പോൾ അത് വാങ്ങി ഒരു വിലയൊക്കെ പേശി സാധനങ്ങൾ വാങ്ങുന്ന തിരക്കിലാണ് നിരവധി പേർ. സാധനങ്ങൾ വാങ്ങി മടങ്ങി പോകുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ സ്ത്രീജനങ്ങൾ തന്നെയാണ്, കുടുംബമായി തന്നെയാണ് എത്തുന്നത്. അമ്മമാരടക്കമുള്ളവരുണ്ട്. അവസാനവട്ട തിരക്കിലൊക്കെയാണ്. അപ്പോൾ ഓണം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. അതിനു മുമ്പ് തന്നെ സാധനങ്ങൾ വാങ്ങുന്നതിലെ തിരക്കിലാണ്. അമ്മ, എങ്ങനെയാണ് സാധനങ്ങളൊക്കെ വാങ്ങുന്നത്? എങ്ങനെയുണ്ട് വില? കുഴപ്പമില്ല. പച്ചക്കറി എല്ലാം വാങ്ങിച്ചോ? ഇല്ല, വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. അച്ചാറിടാനുള്ള ഐറ്റംസ് പേരും തോന്നുന്നു. പേര് വീണ, ഞങ്ങൾ ജനം TV എന്നാണ്. അമ്മ, എങ്ങനെയുണ്ട് സാധനങ്ങളുടെ? കുഴപ്പമില്ല, തിരക്കാണ്. ലാഭമുണ്ടോ? ലാഭമുണ്ട്, വലിയ കുഴപ്പമില്ല. അച്ചാർ ഐറ്റംസ് എല്ലാ ഐറ്റം ഏകദേശം എന്തൊക്കെ മേടിച്ചെങ്കിലും ഒന്ന് കവറൊന്ന് കാണിക്കാവോ? ഇത് മാത്രം ബാക്കി വാങ്ങിച്ചോണ്ടിരിക്കണേ. സാധനങ്ങൾ നോക്കി വാങ്ങിക്കുന്ന തിരക്കിലാണ്. സാധനങ്ങൾ മടങ്ങി പോകുന്നവരുമുണ്ട്. ഒരു സൈഡും തകൃതിയായിട്ട് തന്നെ ഇഞ്ചി, അതുപോലെ തന്നെ മാങ്ങ, തക്കാളി അടക്കമുള്ള വസ്തുക്കളുടെ വിൽപ്പന അടക്കം ഇവിടെ നടക്കുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് വില? 1.5 കിലോ 50 രൂപ തക്കാളി. ഇഞ്ചിയോ? ഇഞ്ചി കിലോ 100 രൂപ. മാങ്ങ കിലോ 100. എങ്ങനെ തിരക്കുണ്ടോ കടയിൽ? ഇന്നലെ തിരക്കുണ്ട്. കച്ചവടം തിരക്കുണ്ട്. കച്ചവടക്കാരും അതാ പറയുന്നത്, തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ പൈനാപ്പിൾ അടക്കം, പുറത്തിച്ചക്ക അടക്കമുള്ളവരുണ്ട്. കച്ചവടം കഴിഞ്ഞു പോകുന്നു. ചേട്ടാ, എങ്ങനെയാണ് ഓണം പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ? എങ്ങനെ ലാഭമുണ്ടോ ചേച്ചി? ഉണ്ട്. രാവിലെ വന്നതാണോ? സന്തോഷത്തോടു കൂടി പർച്ചേസ് കഴിഞ്ഞ് മടങ്ങുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായും ചാല മാർക്കറ്റിൽ പലതരത്തിലുള്ള സാധനങ്ങളുടെ വിൽപ്പനയാണെങ്കിൽ പോലും അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള തിരക്ക്. അമ്മ, എങ്ങനെയാണ് അമ്മേ, കച്ചവടം ഉണ്ടോ? കച്ചവടമുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന സാധനം ഏതാ? ഇത് തന്നെ, പുറത്തിച്ചക്ക തന്നെയാണ്. പുളിശ്ശേരി അമ്മയും കച്ചവടം. 30 രൂപ കിലോ. 30 രൂപ. പൈനാപ്പിൾ സാധനം സ്റ്റോക്കാണ്. രാവിലെ എത്തിയാലും സാധനം ഇവിടെ കാണും. രാവിലെ ഇവരെല്ലാം ഇവിടെ ലാലാണ്. പൈനാപ്പിളിന് കിലോ 30 രൂപ. അമ്മ സാധനമൊക്കെ, പൈനാപ്പിളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ എപ്പോൾ എത്തിയാലും ആളെത്തിയാൽ സാധനം റെഡിയാണെന്ന് അമ്മ പറയുന്നത്. അതുപോലെ തന്നെ തക്കാളി അടക്കമുള്ള സാധനങ്ങളുണ്ട്. എങ്ങനെയാ, കച്ചവടം ഉണ്ടോ? കുഴപ്പമില്ല, അങ്ങനെ പോകണം. തിരക്കുണ്ടോ? അത്യാവശ്യം തിരക്കുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എങ്ങനെയുണ്ട് ഈ ഒരു പൂരാടം ദിവസം? തിരക്ക് കുറവാണ്. മഴയൊക്കെ ആയതുകൊണ്ട് തിരക്ക് കുറവാണ്. നാളെ പ്രതീക്ഷിക്കുന്നുണ്ടോ ഒരു ഉത്രാടപ്പാച്ചിൽ? ഇന്നും കൂടി തിരക്കുള്ളൂ, നാളെ അത്ര കാണത്തില്ല. ഒരുക്കങ്ങളായിരിക്കും എല്ലാവരും. രാവിലെ എങ്ങനെ ഭേദപ്പെട്ട കച്ചവടം നടന്നു? കുഴപ്പമില്ല. ആവശ്യക്കാരുണ്ടോ? തക്കാളിക്ക് എങ്ങനെയാ വില? തക്കാളിക്ക് 1.5 കിലോ 50 രൂപ. 1.5 കിലോ 50 രൂപ.
തക്കാളി 1.5 കിലോ 50 രൂപ എന്നാണ് പറയുന്നത്. കച്ചവടം നടക്കുന്നുണ്ട്. പക്ഷേ ഈ മഴ ഇടയ്ക്കിടയ്ക്ക് കാലാവസ്ഥ ചതിക്കുന്നത് പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് ഈ ചില്ലറ വിൽപ്പനക്കാരടക്കം പറയുന്നത്. എങ്കിൽ പോലും ഇനിയുള്ള മണിക്കൂറുകൾ, അവസാന മണിക്കൂറുകളിലും പ്രതീക്ഷ അർപ്പിക്കുകയാണവർ. ഇനിയും ആൾക്കാരെത്തും, ഇനിയും അവസാനവട്ട ഒരുക്കങ്ങളിൽ അവർ ഇവിടെ എത്തി സാധനങ്ങൾ വാങ്ങുമെന്നുള്ളതാണ്. തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നഗരവാസികൾ മാത്രമല്ല ഗ്രാമങ്ങളിൽ നിന്നടക്കമുള്ളവർ ഇവിടേക്ക് എത്തി സാധനം വാങ്ങുന്നവർ. ചേട്ടാ, എങ്ങനെയാണ് ലാഭമുണ്ടോ? എങ്ങനെയാണ് വാങ്ങിക്കാൻ പറ്റുന്നത്? ഓണൊരുക്കങ്ങളിലെ മൂഡിലേക്കാണ് മലയാളികൾ, ആ ഒരു വൈബിലേക്ക് കടന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, സദ്യയിൽ ഇനി ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങളിൽ ഒന്ന് പപ്പടമാണ്. പരിപ്പും പപ്പടവും അതുപോലെ തന്നെ പായസത്തിനുൾപ്പെടെ നമുക്ക് കൂട്ടി കഴിക്കുന്നതിൽ ഒരു ഇഷ്ടപ്പെട്ട ഐറ്റം പപ്പടമാണ്. എങ്ങനെയാ അമ്മേ പപ്പടത്തിന് കച്ചവടം ഉണ്ടോ? കച്ചവടമുണ്ട്. എങ്ങനെയാ ഒരു കെട്ടിന് വില? ഒരു കെട്ടിന് വില 120 രൂപ. ആവശ്യക്കാരുണ്ട്? ഉണ്ട്. അമ്മ ഇത് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ്? ആണ്. നമ്മൾ നിത്യമുള്ള പരിപാടിയാണ്. ഓണമായിട്ട് തിരക്കുണ്ടോ കഴിഞ്ഞ വർഷത്തെക്കാട്ടി? കഴിഞ്ഞ വർഷം തിരക്കുണ്ട്, കുഴപ്പമില്ല. അമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണെന്നാ പറയുന്നത്. സാധനങ്ങളുടെ അങ്ങനെ പപ്പടത്തിനടക്കം ആവശ്യക്കാർ ഏറെയാണ് എന്നാ പറയുന്നത്. കുടുംബസമേതം എത്തി സാധനങ്ങൾ വാങ്ങി മടങ്ങി പോകുന്നവരുണ്ട്. എല്ലാവരും ആ ഒരു തിരക്കിലാണ്. ഒപ്പം തന്നെ ഈ ചാല മാർക്കറ്റ് നമുക്കറിയാം, വാഹനങ്ങളടക്കം പാർക്ക് ചെയ്യുന്നതിനടക്കം പരിമിതികളുണ്ട്. എങ്കിൽ പോലും ആ സാഹചര്യങ്ങളിൽ ഈ മാർക്കറ്റിൻ്റെ, ഞാൻ നിൽക്കുന്ന ഈ പരിസരത്തിൻ്റെ തൊട്ട് കിലോമീറ്ററുകൾക്കപ്പുറമായി വാഹനങ്ങൾ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് നടന്നെത്തിയാണ് ഇവിടെ സാധനങ്ങൾ വാങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വരും മണിക്കൂറുകളിലും തിരക്കുകൾ വർദ്ധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. മഴ ഇടയ്ക്കിടയ്ക്ക് ചതിക്കുന്നു എന്നുള്ള വിഷമം കൂടി വ്യാപാരികൾ പങ്കുവെക്കുന്നുണ്ട്. അതിര ശരി വീണ, എന്തായാലും വലിയ ജനത്തിരക്കാണ് വീണ പങ്കുവെക്കുന്നത്. എന്തായാലും തീ പിടിച്ച വിലയാണ് പച്ചക്കറികൾക്കൊക്കെ. വീണയിലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോവുകയാണ് വീണ. അപ്പോൾ വീണയുടെ ഓണവിശേഷങ്ങൾ എങ്ങനെയാണ്? വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയോ? ഈ തീ പിടിച്ച വിലക്കിടയിലും എല്ലാ സാധനങ്ങളും ഒക്കെ വാങ്ങി എങ്ങനെയാണ് വീട്ടിലെ ഓണവിശേഷങ്ങൾ? അതുകൂടി പറയും. അതിനെ ഒന്നുകൂടി ആവർത്തിക്കാമോ? വീണ, ഞാൻ ചോദിച്ചത് വീണയുടെ വീട്ടിലെ ഓണവിശേഷങ്ങൾ കൂടി പറയൂ. ഈ സദ്യവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കേണ്ടതാണ്. ഇപ്പോൾ വീണയുള്ളത് ചാല മാർക്കറ്റിലാണ്. അപ്പോൾ വീണയും വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി പോകാനുള്ള പുറപ്പാടിലാണോ? അതിന് ഇത്തവണത്തെ ഓണത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ ജനം കുടുംബത്തിൽ എത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്. ആ ഒരു സന്തോഷമുണ്ട്. ഒപ്പം തന്നെ വീട്ടിൽ അതിൻ്റെതായ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ ജോലി തിരക്കിനിടയിലും വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങുന്നുമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ആ ഒരുക്കങ്ങളിലേക്ക് കടക്കാൻ. അതിര വ്യക്തമാണ് വീണ. എന്തായാലും വീണയുടെ ആദ്യത്തെ ഓണമാണ് ജനം കുടുംബത്തിൻ്റെ ഭാഗമായതിനു ശേഷം വീണ ഇപ്പോൾ പങ്കുവെച്ചത്. ചാല മാർക്കറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുന്നത് അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ്. ഓണം ആഘോഷിക്കുന്നത് പോലെ തിരുവനന്തപുരത്തുകാർ മറ്റൊന്നും ആഘോഷിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രത്തോളം ആഘോഷം ആഴ്ചകൾക്ക് മുൻപേ തുടങ്ങും. നഗരം മുഴുവൻ ലൈറ്റ് അറേഞ്ച്മെൻറ്റും എല്ലാമായി അങ്ങനെ വൻ തിമിർപ്പിലാണ് സത്യത്തിൽ തലസ്ഥാനത്തെ ആളുകൾ. എന്തായാലും വീണ, നന്ദി വിവരങ്ങൾ പങ്കുവച്ചതിന്. ഇനി നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. അവിടെ നിഷ ചേരുന്നുണ്ട് കൊച്ചിയിലെ വിശേഷങ്ങൾ പറയാൻ. കൊച്ചിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ ആഘോഷങ്ങളും വൻ വൈബിൽ ആഘോഷിക്കുന്ന സ്ഥലമാണ് കൊച്ചി. ഓണമെന്നല്ല, എല്ലാം. അപ്പോൾ കേരളത്തിൻ്റെ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ആഘോഷമായ ഓണം എത്ര വലിയ തിമിർപ്പിലായിരിക്കും അവർ ആഘോഷിക്കുക എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും നിഷ ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? പറയൂ, കൊച്ചിയിലെ വിപണി എങ്ങനെയുണ്ട്? പറയൂ. കഴിഞ്ഞ ഒരാഴ്ചയായി കൊച്ചിയിലെ ഓണവിപണി സജീവമാണ്. എങ്കിലും ഈ ഓണത്തിന് ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഓണവിപണിയിൽ വലിയ തിരക്ക് തന്നെയാണ്. ഇപ്പോൾ ഈ കൊച്ചിയിൽ നല്ല മഴ പെയ്യുന്ന സമയമാണ്. അല്പം മുമ്പ് ശക്തമായ മഴ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഏറ്റവും തിരക്കേറിയ മാർക്കറ്റ് ഈ ബ്രോഡ്വേയിലെ മാർക്കറ്റാണ്. ഇവിടെ ഇപ്പോൾ അല്പം ആളുകൾ കുറഞ്ഞിട്ടുണ്ട്. സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത രീതിയിൽ വൈകുന്നേരങ്ങളിലൊക്കെ വലിയ തിരക്കായിരിക്കും ഇവിടെ. ഇപ്പോൾ എന്തായാലും ഈ മഴ പെയ്തതുകൊണ്ടാണ് ചെറിയ രീതിയിലെ ഒരു തിരക്കൊക്കെ കുറഞ്ഞിരിക്കുന്നത്. എങ്കിലും നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണാം. അനൂപ, ഇങ്ങോട്ട് കാണിച്ചേ. ദൃശ്യങ്ങൾ കാണാം. ആളുകളെല്ലാം തന്നെ അവസാനവട്ട ഓണം ഒരുക്കലിനുള്ള തയ്യാറെടുപ്പിലാണ്. പച്ചക്കറി മാർക്കറ്റും ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്. ഈ വലിയ ഈ വസ്ത്രങ്ങളൊക്കെ റോഡിൽ വിൽക്കുന്ന വിപണികളും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ മഴ പെയ്തതുകൊണ്ട് അല്പം ഒന്ന് ആളുകളെല്ലാം മാറി നിൽക്കുകയാണ്. ചേട്ടാ, ഓണ പർച്ചേസാണോ? ഓണ പർച്ചേസാണ്. മഴ പെയ്തത് പ്രശ്നമായി? ഭയങ്കര ബുദ്ധിമുട്ടാ.
തന്നെയാണോ എപ്പോഴും പച്ചക്കറികളൊക്കെ വാങ്ങുന്നത്? അങ്ങനെയില്ല, ആദ്യമായിട്ട് ഇന്ന് ഈ ഓണത്തിനാണ് ഇവിടെ വന്നത്. പച്ചക്കറിക്ക് വില കൂടിയിട്ടുണ്ട്. വില കൂടിയിട്ടുണ്ട്. ഈ തക്കാളിക്കൊക്കെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നതിനേക്കാളും വലിയ രീതിയിൽ വില കൂടിയിട്ടുണ്ട്. വില എല്ലാം മൊത്തത്തിൽ കൂടിയിട്ടുണ്ട് എല്ലാത്തിനും. ഓണവിപണിയിൽ കാര്യമായി തന്നെ എല്ലാ ഐറ്റംസിനും വില കൂടിയിട്ടുണ്ട്. പച്ചക്കറികൾക്കും ഒപ്പം തന്നെ പൂവിനും ഒക്കെ വലിയ രീതിയിൽ വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ബ്രോഡ്വേ, ഈ എറണാകുളത്തെ ഏറ്റവും വലിയ ഓണവിപണി ബ്രോഡ്വേയിലാണ്. ബ്രോഡ്വേയിൽ കിട്ടാത്തതായി ഒന്നുമില്ല. എല്ലാ സാധനങ്ങളും, പൂക്കളും ഒപ്പം തന്നെ വസ്ത്രങ്ങളും പച്ചക്കറികളും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് എറണാകുളത്തെ ബ്രോഡ്വേ. മഴ എന്താ ചേട്ടാ? ഓണം ഈ വെള്ളത്തിലായിരുന്നു. കച്ചവടം മോശമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നല്ല ആളില്ലായിരുന്നു. എപ്പം അല്പം മുമ്പില്ല, ഇപ്പോഴും ഇല്ല. ഓണം വളരെ മോശം. എന്തായാലും അല്പസമയം കഴിഞ്ഞാൽ ഇവിടെ ഈ മഴയൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വലിയ തിരക്ക് തന്നെ ആയിരിക്കും. ആളുകളെല്ലാം ഓണ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു പോകും. ചേച്ചി എല്ലാം വാങ്ങിയോ? എല്ലാം മേടിച്ചു. എന്തൊക്കെയാ വാങ്ങിയത്? പച്ചക്കറി എല്ലാം തന്നെ മേടിച്ചിട്ടുണ്ട്. ഇനി ഒരു ദിവസം കൂടെ. അതെ അതെ. പിന്നെ ഡ്രസ്സൊക്കെ എടുത്തോ? എടുത്തു. അങ്ങനെ പച്ചക്കറികളും വസ്ത്രങ്ങളും എല്ലാം വാങ്ങി ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് കൊച്ചിക്കാർ. ഈ മഴയൊന്ന് മാറി അല്പം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രോഡ്വേയിലൊക്കെ തന്നെ സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത അത്രയും തിരക്കായിരിക്കും. കാരണം ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഒരു കുടക്കീഴിൽ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ എല്ലാം വാങ്ങി പോകാനുള്ള സൗകര്യമുണ്ട്. ഈ കടകളിലൊക്കെ വന്ന് ഈ കൊച്ചിയിലുള്ള ആളുകൾക്കൊക്കെ അറിയാം കൃത്യമായി ഈ ബ്രോഡ്വേയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ സാധനവും ഒന്നിച്ച് തന്നെ വാങ്ങിക്കൊണ്ട് പോകാം. അതിനടുത്ത് തന്നെയാണ് എറണാകുളത്തെ മാർക്കറ്റും ഉള്ളത്. എന്തായാലും മാർക്കറ്റിലൊക്കെ അല്പസമയം കഴിയുമ്പോഴേക്കും വലിയ തിരക്ക് തന്നെയാകും. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പല ആളുകളും ഈ ഇൻസ്റ്റൻ്റ് ഓണമൊക്കെ ആഘോഷിക്കുന്ന രീതിയിലേക്കൊക്കെ കൊച്ചി കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാറിക്കഴിഞ്ഞു. എങ്കിൽ പോലും ഈ ഓണത്തിന് വീടുകളിൽ തന്നെ സദ്യയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും അവസാനവട്ട ഓണ ഒരുക്കലിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഈ മഴയൊന്ന് മാറി അല്പസമയം കഴിഞ്ഞാൽ ഈ ബ്രോഡ്വേയിലെ മാർക്കറ്റിലൊക്കെ നല്ല തിരക്ക് തന്നെയാകും. ശരി നിഷ, എന്തായാലും കൊച്ചി ബ്രോഡ്വേയിൽ നിന്നുള്ള വിവരങ്ങളാണ് നിഷ പങ്കുവച്ചത്. അതായത് നേരത്തെ നമ്മുടെ വീണ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റ് എത്രത്തോളം പ്രധാനമാണോ അതുപോലെ തന്നെയാണ് കൊച്ചിയിലെ ബ്രോഡ്വേയും. ഒരു വർഷം മുഴുവൻ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഓണമൊക്കെ അടുക്കുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? എന്നാലും ഇത്തവണ കുറച്ച് മഴയുള്ളത് കൊണ്ട് ആളുകളുടെ തിരക്കിന് അല്പം ശമനമുണ്ട്. എന്തായാലും മഴയൊക്കെ മാറുന്ന മുറയ്ക്ക് വീണ്ടും ഉത്രാടപ്പാച്ചിലുമായി ബ്രോഡ്വേയിലേക്ക് ആളുകൾ ഒഴുകാൻ തുടങ്ങും. എന്തായാലും വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു നിഷ, ദിലീപ്, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് വീണയും.